നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ലെന്ന് പി.വി. അൻവർ എം.എൽ.എ. തന്നെ പ്രതിപക്ഷമാക്കാൻ CPIM-ന് വ്യഗ്രതയാണ്. നിയമസഭയിൽ തറയിലും ഇരിക്കാമല്ലോ എന്നും പി.വി. അൻവർ പറഞ്ഞു. തിങ്കളാഴ്ച സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നും പി.വി. അൻവർ വ്യക്തമാക്കി. ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPM-നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. അല്ല, ഇനിയിപ്പോൾ നമ്മളെ തറയിലിരിക്കാൻ തയ്യാറാണ്. കസലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല. എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ തറയിൽ മുണ്ട് വിരിച്ചിരിക്കാനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നോളാം. അല്ല, ഞാൻ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ എം.എൽ.എക്കെതിരെ വീണ്ടും കേസ്. അരീക്കോട് MSP ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തി എന്ന പരാമർശത്തിലാണ് മഞ്ചേരി പോലീസിന്റെ നടപടി. ഫോൺ ചോർത്തിയവർക്കെതിരെ കേസില്ലെന്നും പരിശോധിക്കണം എന്ന് പറഞ്ഞതിനാണ് തനിക്കെതിരെ കേസെന്നും പി.വി. അൻവർ വിമർശിച്ചു. നമ്മളെന്ത് സീക്രട്ടാ പുറപ്പെട്ട് അവിടെ ഇവർ ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിൻ്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ, നോക്കാം നമുക്ക്. കണ്ണൂരിലെ പ്രബലനായ CPIM നേതാവ് തനിക്കൊപ്പമുണ്ടെന്നും പി.വി. അൻവർ എം.എൽ.എ. അവകാശവാദം ഉന്നയിച്ചു. വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ആരാണ് ആ പ്രബലൻ? വിപിൻ, കേൾക്കാമോ? പ്രബലൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അത് P. ജയരാജനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ആ സാധുവിനെയൊന്നും ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നാണ് പറഞ്ഞത്. P. ജയരാജന്റെ പേര് ചോദിച്ചപ്പോഴും അത് തന്നെ ഇനി പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു പദവിയിൽ ഇരിക്കുന്ന പ്രബലനായ CPM നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് തന്നെ പി.വി. അൻവർ ഇന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാനില്ല എന്നുള്ളതാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം പ്രധാന പദവിയിൽ ഇരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ MV ഗോവിന്ദൻ എന്നുള്ള ചോദ്യം വന്നോ? ഇല്ല, നേതാവ് ആരാണ് എന്ന് പറയുന്നില്ല. അങ്ങനെ പല ഭാഗത്തുനിന്നും തനിക്ക് പിന്തുണയുണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ആ രാഷ്ട്രീയ നേതാവ് ആരെ എന്നുള്ള ചോദ്യം വീണ്ടും ചോദിച്ചു എന്നുണ്ടെങ്കിലും അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി പി.വി. അൻവർ പറഞ്ഞില്ല. അത് പദവിയിലൊക്കെ ഇരിക്കുന്ന ആളാണ്, CPM-ഉമായിട്ടുള്ള ആളാണ് എന്നുള്ളത് മാത്രമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതാരാണ് എന്നുള്ളത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല എന്നുള്ളൊരു നിലപാട് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കുകയാണ്. പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിന്റെ ഒരു നിയമവശം വിദഗ്ധരുമായിട്ട് ആലോചിച്ച് തീരുമാനത്തിലെത്തും എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തെ ഇരിക്കുന്നില്ല, ഒപ്പം ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഈ പ്രതിപക്ഷത്തേക്ക് എത്തിക്കുന്നതിൽ അത് LDF-ന്റെ ഒരു ആവശ്യമായിരുന്നു. അത് അവരുടെ മാത്രം ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തനിക്കെതിരെ ഇനിയിപ്പോൾ ഒരു 100 കേസെങ്കിലും വരുമെന്നുള്ളതിനൊരു പരിഹാസ്യ രൂപം കൂടിയാണ് പി.വി. അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഈ MSP ക്യാമ്പിൽ നിന്ന് മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള പ്രത്യേക ടീമായിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അവർ വഴിവിട്ട രീതിയിൽ ഫോൺ ചോർത്തുന്നു എന്നുള്ളൊരു ആരോപണം ഈ മാസം ആദ്യഘട്ടത്തിൽ പി.വി. അൻവർ ഉന്നയിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. SOGയുടെ സൂപ്രണ്ട് നൽകിയ പരാതിയിലാണ് കേസ്. ഏകദേശം അത് കഴിഞ്ഞിട്ട് തന്നെ 20 ദിവസത്തോളം കഴിഞ്ഞു. 20 ദിവസത്തിന് ശേഷമാണ് SOGയുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുന്നതും പോലീസ് അതിൽ അതിവേഗം കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് ഈ SOGയിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നത്. ഇതിലാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ മഞ്ചേരി പോലീസ് കേസെടുത്ത് നീക്കം നടത്തുകയും ചെയ്യുന്നത്. ഒപ്പം P. ശശി ഇന്നലെ സ്വാഭാവികമായിട്ടുള്ള വക്കീൽ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ വക്കീൽ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല. ആ പരാതികളിലൊന്നും തന്നെ ഒരു ഇഞ്ച് പോലും താൻ പിന്നോട്ട് പോകില്ല എന്നുള്ളത് കൂടി പി.വി. അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വേണു. ശരി, വിപിൻ സി വിജയനാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.